ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഈ വീട്ടിലുണ്ടല്ലോ 3 ദിവസമായിരുന്നു വെളിച്ചം കയറിയിട്ട്. ഇപ്പോഴാണ് ഞാൻ കർട്ടൻസ് ഓപ്പൺ ആക്കുന്നത്. കാരണം 3 ദിവസം എനിക്ക് കണ്ടിന്യൂസ് ഡ്യൂട്ടി ആയിരുന്നു. പിന്നെ അച്ചു ഇവിടെ ഉണ്ടെങ്കിലൊന്നും അച്ചു കർട്ടൻസ് ഒന്നും ഓപ്പൺ ആക്കത്തില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ കർട്ടനൊക്കെ ഓപ്പൺ ആക്കി. ഇപ്പം 2-3 ദിവസമായിട്ട് ഇവിടെ നല്ല രീതിയിൽ ഫോഗൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ട എൻ്റെ ഗാർഡൻസ് ഇപ്പോൾ കാണാൻ നല്ല രസമില്ലേ? ഞാൻ ഡേ ലൈറ്റിൽ ഇപ്പോഴല്ലേ ഞങ്ങളിത് കാണിക്കുന്നത്. നല്ല ഭംഗിയില്ല കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ ഒരു പോട്ട് മാത്രമേ ഉള്ളൂ പ്ലെയിൻ ആയിട്ട് വന്നത്. ബാക്കി ഈ രണ്ടും ഈ ഒന്നും കൂടെ നല്ല രസമുണ്ട് കാണാൻ. ഇത് നമ്മള് തെമൂന്ന് മേടിച്ചതാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് പോട്ട് ഇത് B&Qന്നാണ്. ഇതും തെമൂന്നാണ് മേടിച്ചത്. അങ്ങനെ സീനറി എല്ലാം കണ്ടല്ലോ. അപ്പൊ ഞാൻ ഇൻട്രോ പറഞ്ഞ് ഒട്ടും താമസിപ്പിക്കുന്നില്ല. വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് J&S. ഈ വീഡിയോ എടുത്തതിനുള്ള പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്നത്. എനിക്കാണെങ്കിൽ ഇന്നത്തെ ദിവസം ഒട്ടും വയ്യ. കാരണം നല്ല രീതിയിൽ എനിക്കൊരു പനി വന്നിട്ടുണ്ട്. എനിക്ക് ഈ വീഡിയോ ചെയ്ത് ആ ദിവസം രാത്രി തൊട്ടാണ് എനിക്കൊരു പനി വരുന്നത്. എവിടെ നിന്നാണ് ഈ പനി വന്നതെന്ന് എനിക്കറിയത്തില്ല. അതും ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു പനിയുമായിട്ടാണ് വന്നത്. ചില ദുരന്തങ്ങൾ വരാൻ ഓട്ടോ വരെ പിടിച്ച് വരുമല്ലോ. എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. എനിക്ക് 3 ദിവസം ഡ്യൂട്ടി ചെയ്തുകൊണ്ട് ഇന്നങ്ങനെ കാര്യമായി കുക്കിംഗ് ചെയ്യാനായിട്ട് എനിക്ക് വലിയ പ്ലാനൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓർത്തു നമുക്ക് എന്തായാലും ക്രിസ്മസിന് മേടിച്ച ഒരു പ്ലം കേക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ പ്ലം കേക്കും കോഫിയും കൂടി കുടിക്കാന്നുള്ള രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 3 ദിവസം ഡ്യൂട്ടിക്ക് പോയാലോ. അപ്പോൾ ഇന്ന് എന്തായാലും എനിക്കൊരു തുണി അലക്കലുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വാഷ് മെഷീനകത്ത് ഒരു സെറ്റ് തുണി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒന്നും പ്ലാനൊന്നും ചെയ്തിട്ടില്ല ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ തന്നെ വീട്ടിലെ കുറേ പരിപാടികളൊക്കെ തപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാണേ. ഇന്ന് പിന്നെ എനിക്ക് വെളിയിൽ ഇറങ്ങാനും അങ്ങനെ ആദ്യം ഒരു മൂഡൊന്നും വന്നില്ല. പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും ഒരു ഹോളിഡേ കിട്ടിയാലോ, എന്നാൽ പിന്നെ വെളിയിലോട്ടൊക്കെ ഇറങ്ങാന്നുള്ളത്. ചെറിയ രീതിയിൽ നമുക്ക് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ ഷോപ്പിംഗ് ചൂസ് ചെയ്തത് അൽഡിയിലാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ മുന്നേ എനിക്ക് 2-3 കടകളിലോട്ടൊന്ന് പോകാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ബസ്സിന് വേണ്ടി അങ്ങോട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബസ് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ഞാൻ പിന്നെ ബസ്സിൽ കയറി ആദ്യം ഞാൻ ഇറങ്ങിയത് TK Maxxിലാണേ. അപ്പോൾ TK Maxxിൽ പൊതുവേ ഞാൻ അങ്ങനെ ഷോപ്പ് ചെയ്യാത്ത ആളാണ്. പക്ഷെ ഞാൻ ഗിഫ്റ്റ് മേടിക്കാനായിട്ടാണ് TK Maxxിൽ പോയത്. ഞാനുണ്ടല്ലോ ഇപ്പോൾ വെളിയിൽ പോയിട്ട് വന്നതേ. ഫോഗ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. എന്നാൽ വലിയ തണുപ്പൊന്നുമില്ല. വെളിയിലൊക്കെ ഇറങ്ങാൻ പറ്റിയൊരു ക്ലൈമറ്റ് ആണ്. എനിക്ക് പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ ഇന്നത്തെ ഒരു ക്ലൈമറ്റ്. കുറച്ച് ഫോഗാണെന്നേ ഉള്ളൂ, പക്ഷെ എന്നാലും നടക്കാനൊക്കെ നല്ലൊരു ക്ലൈമറ്റ് ആണ്. വലിയ തണുപ്പില്ല, വലിയ ചൂടില്ല, ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ക്ലൈമറ്റാണ്. അപ്പോൾ ഞാൻ കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചു. എനിക്ക് കുറച്ച് ഗിഫ്റ്റ്സും കൂടെ മേടിക്കാനുണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും കൂടെ ഇടയ്ക്ക് കൊടുക്കാനായിട്ടുള്ള ഗിഫ്റ്റ്സ് ഒക്കെ. അപ്പോൾ അത് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കത്തില്ല. ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞങ്ങളെ കാണിക്കുള്ളൂ. സാധനങ്ങൾ ഞാൻ അധികം ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ, കുറച്ച് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ആദ്യം ഞാൻ പോയത് TK Maxxിലായിരുന്നു. TK Maxxിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു. സാധനങ്ങളെന്ന് ഉദ്ദേശിച്ച് ഞാൻ കുറച്ച് ഗിഫ്റ്റ്സ് കേട്ടോ. ക്രിസ്മസ് ന്യൂ ഇയറും പ്രമാണിച്ച് കുറച്ച് ഗിഫ്റ്റ്സ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് TK Maxxിൽ നിന്ന് ഇറങ്ങി ഞാൻ പിന്നെ അൽഡിയിലോട്ടാണ് പോയത്. അൽഡിയിൽ നമ്മുടെ വീട്ടിലത്തേക്കുള്ള സാധനങ്ങൾ ഉള്ളി മേടിക്കണമായിരുന്നു. പിന്നെ ചിക്കൻ മേടിച്ചു, പിന്നെ ഗ്രീൻ ബീൻസ് മേടിച്ചു. ഈ 3 സാധനങ്ങൾ മേടിക്കാനായിട്ടാണ് അൽഡി. ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ പ്ലാൻ പോലും ചെയ്തിട്ടില്ല ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ ഞാൻ ഇന്ന് തൊട്ടങ്ങോട്ട് നല്ല രീതിയിൽ എക്സൈറ്റഡ് ആണ്. കാരണം ഇന്നലെ കൊണ്ട് എൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടി കംപ്ലീറ്റ് ആയി. ഈ വർഷത്തെ ലാസ്റ്റ് ഡ്യൂട്ടി അങ്ങനെ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇന്ന് നാളെ എനിക്ക് 3 ദിവസം അവധിയുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് 3 ദിവസം എന്തായാലും നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് അങ്ങോട്ട് അവധി അങ്ങോട്ട് സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഇന്ന് ഞാൻ അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി തിരിച്ചു വന്നു. ഇനി വേറെ എന്തെങ്കിലും ഒരു പരിപാടി തപ്പി പിടിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. കുറച്ച് പരിപാടികളുണ്ട് ചെയ്യാൻ. TK Maxx ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ പോയത് B&Qലാണ്. B&Qയിൽ എന്തെങ്കിലുമൊക്കെ പുതിയ ചെടികളൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി അവിടെ വരെ പോയി. അപ്പോൾ കുറച്ച് മാസമായിട്ട് ഇവിടെ വന്ന ശേഷം ബിസിനസ്സിൽ വന്ന ശേഷം കുറച്ച് മാസമായിട്ട് എനിക്കിങ്ങനെ അലോവേര മേടിക്കണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് വേണ്ട, കാരണം ഞാൻ പണ്ട് UK വന്ന സമയത്ത് അലോവേര ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നല്ല രീതിയിൽ വളർന്നാ വന്നത്. ഇത്രയും മണ്ണൊക്കെ വെച്ചിട്ടായിരുന്നു അലോവേര വന്നത്. പിന്നെ ലാസ്റ്റില് ഞാൻ അത് എടുത്ത് കളയുമായിരുന്നു, കാരണം അത് വെക്കാനായിട്ട് വേറെ സ്ഥലമില്ല. പിന്നെ ഷെഫീൽഡിൽ നിന്ന് വീടൊക്കെ മാറിയ ശേഷം നമുക്ക് അലോവേര വെക്കാനായിട്ട് ഒരു സ്പേസും ഇല്ല. കാരണം പിന്നെ അത് എനിക്ക് എടുത്ത് കളയേണ്ട ഒരു കാര്യം ആവശ്യമായിട്ട് വന്നു. പിന്നെ ഇവിടെ ഇപ്പൊ നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും ഗാർഡൻ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഓർത്തുന്ന പിന്നെ അലോവേര മേടിച്ചാലോ. ഒരു കുഞ്ഞ് അലോവേറയാണ്, എന്നുവെച്ചാൽ വലിയ കുഞ്ഞൊന്നുമല്ല, കുറച്ച് നീളമുണ്ട്, എന്നാൽ തിന്നായിട്ടുള്ളതാണ് അലോവേര ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് അലോവേര മേടിച്ചാലോ. അവിടെ എൻ്റെ ഒരു ആഗ്രഹം ആയതുകൊണ്ട്
അങ്ങനെ മേടിക്കാന്ന് വെച്ചു. അങ്ങനെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അലോവേറ ഏതാ. ഇത്രയും ഒരു കുഞ്ഞ് അലോവേറയാണ് ഇത്. നമുക്ക് പുറത്തേക്ക് ഗാർഡനിൽ വെക്കാൻ പറ്റിയ ഒരു അലോവേറയാണ് കേട്ടോ. ഭയങ്കര മെലിഞ്ഞതല്ലേ. എനിക്ക് അലോവേറ ഭയങ്കര ഇഷ്ടമായി. നാട്ടിലാണെങ്കിലും എന്റെ വീട്ടിൽ അലോവേറ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ അലോവേറ ഒക്കെ പറിച്ചിങ്ങനെ എണ്ണയൊക്കെ വെക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ഈ അലോവേറ ഇങ്ങനെ വളർന്നു വരികയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ചെയ്താലോ എന്നുള്ളത്. എന്തായാലും നമുക്ക് ഇവനെ ഒന്ന് ഒരു പ്ലാന്റ് പോട്ടിലൊക്കെ ആക്കി നോക്കണം ഇന്ന്. ഞാൻ ഈ പ്രാവശ്യം മേടിച്ച ഡ്രം സ്റ്റിക്സ് ആണേ. ഇതിന് 1.99 ആയിരുന്നു. ഇതിനെ എനിക്കൊന്ന് 6 പീസസ് ആണെന്ന് തോന്നുന്നു. 6-7 പീസ് എങ്ങാണ്ടുണ്ട്. അപ്പൊ ഇതിനെ എന്തായാലും ഇന്ന് ഞാനൊന്നും ചെയ്യുന്നില്ല. നാളെയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. കാരണം ഇന്നത്തേക്ക് നാളത്തേക്കുള്ള കൂട്ടാനൊക്കെ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടില്ല. അപ്പൊ അതിനെന്തായാലും ഞാൻ ഫ്രീസറിൽ കയറ്റി. ഇനി ഉള്ളി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിയെ നമുക്ക് ഉള്ളിയുടെ ബാസ്ക്കറ്റിലോട്ട് വെക്കാം. അപ്പം എൻ്റെ 2 വോയിസ് ആയിട്ടാലും നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുമല്ലോ. വോയിസ് ഓവർ കൊടുക്കുന്ന വോയിസ് വേറേതും ഞാൻ വീഡിയോക്കകത്തുള്ള വോയിസ് കൊടുക്കുന്നതും രണ്ടാണ്. കാരണം അതുപോലെ പനി പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഞാനാണെങ്കിൽ ചുമച്ച് അങ്ങോട്ട് ചാവുക. കഫം ഇറങ്ങി വന്നിട്ടുണ്ട്. 2 പാരസെറ്റമോളാണ് കേട്ടോ ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ മിക്കവാറും ഇന്ന് രാത്രി തൊട്ട് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. കാരണം നാളെ ഒരു ഒറ്റ ദിവസം, അതുകൊണ്ട് എനിക്ക് എല്ലാം ശരിയാക്കണം. എനിക്ക് ന്യൂ ഇയറിന് അന്നും 2-ാം തീയതി എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പം അതിന് മുന്നേ എനിക്ക് ഈ പനിയൊക്കെ അങ്ങോട്ട് ചെറിയ രീതിയിൽ കൊണ്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലേ നടക്കത്തുള്ളൂ. എനിക്ക് യൂഷ്വലി ഈ സാധനം ഇഷ്ടമില്ലാത്തതാണ്. തോരനൊക്കെ വെക്കാനുണ്ട്. എനിക്ക് തന്നെ തോരൻ വെക്കുന്ന ഇഷ്ടമേ അല്ല. അപ്പോൾ നമ്മൾ നേരത്തെ ക്യാരറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ക്യാരറ്റും ഗ്രീൻ ബീൻസും വെച്ച തോരൻ തീർന്ന ശേഷം ക്യാരറ്റും ഗ്രീൻ ബീൻസ് കൂടി തോരൻ വെക്കാനായിട്ടാണ് ഞാൻ ഇപ്പോഴേ മേടിച്ചത്. മാക്സിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ ഈ 4 ക്ലച്ചസ്. ഈ 4 ക്ലച്ചസിന് ഒരുമിച്ച് 5.99 എങ്ങാണ്ടാണേ. പക്ഷെ ഇതിൻ്റെ ഒറ്റൊരു സൈസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു പീസായിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അത് ക്ലെയർസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ നിന്ന് കണ്ടായിരുന്നു മേടിച്ചത്. അതിന് എനിക്ക് 6 പൗണ്ടാണ് ആയത്. പക്ഷെ എനിക്ക് ഈ 4 എണ്ണം ഒരുമിച്ച് മേടിച്ചാണ് എനിക്ക് ലാഭമായിട്ട് തോന്നുന്നത്. കാരണം ഈ 4 എണ്ണം ഒരുമിച്ച് മേടിച്ചപ്പോഴത്തേക്കും 5.99 എന്ന് പറയുമ്പോൾ 6 പൗണ്ട് തന്നെയാണ്. അപ്പോൾ ഇതായിരുന്നു എനിക്ക് ലാഭമായിട്ട് എനിക്ക് തോന്നിയത്. ഈ വീഡിയോ ഞാൻ എടുത്തത് സൺഡേയിലാണ് കേട്ടോ. അപ്പോൾ സൺഡേ ഇവിടെ കടകളെല്ലാം ഓപ്പൺ ആക്കുന്നത് 10 മണിക്കാണ്. പിന്നെ ഒരു 4 മണിയാകുമ്പോൾ എല്ലാ കടകളും ക്ലോസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ മിഡിൽ ടൈമിലായിരുന്നു നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയത്. ഇപ്പം സന്ധ്യയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഞാൻ കേർട്ടൻസ് ഒക്കെ ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ തുണികളെല്ലാം മടക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ അലക്കിയ തുണികളെല്ലാം ഒന്ന് വിരിച്ചിടണം. ആ വിരിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഓർത്തുന്ന പിന്നെ നമുക്ക് വീട്ടിലെ ഗാർബേജ് ഒന്നും കൊണ്ട് കളയാനായിട്ടുണ്ട്. അപ്പോൾ അത് 2-3 ദിവസമായിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അച്ഛൻ അതുകൊണ്ട് കളഞ്ഞില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കൊണ്ട് കളയാം. അതിപ്പം ആരെങ്കിലുമൊക്കെ കൊണ്ട് കളഞ്ഞാലും മതി കേട്ടോ. അങ്ങനെ അച്ഛൻ മാത്രം എല്ലാ ദിവസവും ഗാർബേജ് കൊണ്ട് കളയുന്നു അങ്ങനെയൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എല്ലാ ദിവസവും അവധി കിട്ടുമ്പോൾ എനിക്ക് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇപ്പം എനിക്കുള്ളത് ഈ തുണി അലക്കലാണ്. കാരണം എല്ലാ ദിവസവും അവധി കിട്ടുമ്പോൾ എനിക്ക് ഈ തുണി അലക്കലായിട്ട് വരും. ഒരു ടാസ്ക് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഡെയിലി റൂട്ടീനാണെന്നൊക്കെ വേണം പറയാം. കാരണം എനിക്കറിയത്തില്ല, ഈ ലോണ്ടറി ബാഗ് ചെറുതായിട്ടുണ്ടെന്ന് തോന്നുന്നു. എപ്പോഴും നമുക്ക് ഈ തുണി അലക്കി വെച്ചാലേ നടക്കത്തുള്ളൂ. പിന്നെ യൂണിഫോമും ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ദിവസം അതങ്ങനെ അലക്കിയാലേ നടക്കത്തുള്ളൂ. കാരണം ആ യൂണിഫോം അങ്ങനെ ഒത്തിരി നേരം വാഷ് മെഷീനകത്തൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അത് ഉണങ്ങിയിട്ട് വേണമല്ലോ അടുത്ത ദിവസം ഡ്യൂട്ടിക്ക് അത് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മെയിൻ ഒരു പരിപാടിയിലോട്ട് പോകാം കേട്ടോ. ഇത് ഞാൻ നേരത്തെ നിങ്ങളൊരു റീല് കാണിച്ചിട്ടില്ലായിരുന്നോ? ഇതായിരുന്നു നമ്മുടെ പ്രെയർ സ്പേസ്. അപ്പോൾ ഇവിടെ ഞാൻ ചെറിയ രീതിയിലൊരു മോഡിഫിക്കേഷൻ ചെയ്യാണേ. ഇത് ഫുള്ള് ഞാൻ കവർ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിനുള്ള ഒരു വാൾപേപ്പർ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്കൊന്ന് നോക്കണം അതെങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നുള്ളത്. ബാക്കിൽ സ്റ്റിക്കർ ഉള്ളതാണോ, നമ്മൾ തന്നെ സ്റ്റിക്കർ ഒട്ടിക്കുവാണോ എന്നുള്ളത്. എന്തായാലും ഞാനതൊന്ന് എടുത്തിട്ട് വരാം കേട്ടോ. ഇവിടെ ഒട്ടിക്കാൻ പോകുന്ന ആ ഒരു വാൾപേപ്പർ ഇതാണേ. വുഡിന്റെ പോലെയുള്ള ഡിസൈനുള്ള ഒരു വാൾപേപ്പറാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വിന്റഡിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇതിന് 2-4 പൗണ്ട് കണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്കിനി ഇവിടെ ഒന്ന് ഒട്ടിച്ച് നോക്കാം. അപ്പോൾ വിത്ത് സ്റ്റിക്കറാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒട്ടിച്ച് നോക്കാം കേട്ടോ. ഇതെല്ലാം ഒട്ടിച്ചപ്പോൾ അതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പം നല്ല രസമില്ലേ കാണാൻ? ആ നേരത്തെ ആ ഒരു വൃത്തിയുടെ അങ്ങ് മാറി കിട്ടിയില്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേളിലിരുന്ന് 2 കാർട്ടൺ ബോക്സസ് ഉണ്ട്. അപ്പോൾ അതിനെയും കൂടി നമുക്കൊന്ന് റാപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയുമാണ് ആ മേളിൽ ഡെക്കറേഷനായിട്ട് ഇരുന്ന സാധനങ്ങൾ കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനെല്ലാം നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് അറേഞ്ച് ചെയ്യാവേ. ഞാൻ 2 ആമസോണിന്റെ ബോക്സസ് അവിടെ വെച്ചിട്ടുണ്ട്. നേരത്തെ അവിടെ ബോക്സ് ഇല്ലായിരുന്നു. ഈ സെന്റർ ഭാഗത്ത് മാത്രമായിരുന്നു ബോക്സ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഞാൻ മാറ്റിയിട്ട് ഈ 2 ബോക്സ് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ നടുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്ന ഷൂ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതെന്തായാലും ഈ വീട്ടിൽ ഉപയോഗമില്ലല്ലോ. അപ്പൊ ഞാൻ അവിടുത്തെ നടുക്ക് ഇങ്ങനെ വെക്കാന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഐഡിയാസ് ഒക്കെ തന്നെ ആ ഒരു സ്പോട്ടിൽ വരുന്നതാണേ. ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും അല്ലായിരുന്നു.
ഇങ്ങനെ ചുമ്മാ 2 ആമസോണിൻ്റെ ബോക്സ് അവിടെ വെച്ചിട്ട് പിന്നെ നടുക്ക് നേരത്തെ ഇരുന്ന രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെയാണ് ഞാൻ ഓർത്തത് നമ്മുടെ നേരത്തെ പഴയ വീട്ടിൽ ഉപയോഗിച്ച ഷൂ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്ത് നോക്കാമെന്നുള്ളത്. അങ്ങനെ ആ ഷൂ സ്റ്റാൻഡിൽ 2 വലിയ സ്റ്റാൻഡ് ഞാൻ പുറകിലായിട്ടും പിന്നെ 2 കുഞ്ഞ് സ്റ്റാൻഡ് ഞാൻ ഫ്രണ്ടിലായിട്ടുമാണ് വെച്ചേക്കുന്നത്. അതാകുമ്പോൾ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. കാരണം ആ കാർട്ടൺ പീസ് ആ ടേബിളിൻ്റെ മണ്ടയ്ക്കായിട്ട് ബാലൻസ്ഡ് ആയിട്ടല്ല ഇരിക്കുന്നത്, ഒന്ന് പൊങ്ങിയും താഴെയുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഷൂ സ്റ്റാൻഡ് ഞാൻ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തത്. ഇങ്ങനെയാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത്. ഇപ്പം ലെവലായി വന്നിട്ടില്ലേ? ഇതൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഈ 2 ബോക്സസിന്റെ മുകളിലായിട്ടാണ് ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ആ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പം ഞാൻ ആ പ്രെയർ സ്പേസ് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓർത്തും ചെയ്ത് നേരത്തെ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു, ആ മറ്റേ രീതി ചെയ്യണ്ടായിരുന്നു എന്നുള്ളത്. നല്ല അടിപൊളിയായിട്ടാണ് ഇപ്പം ഇരിക്കുന്നത്. ഞാൻ നിങ്ങൾ കാണിച്ചു തരാവേ. ഞാൻ വർക്കിംഗ് എല്ലാം ഇടയ്ക്ക് കാണിച്ചെങ്കിലും ഇതിൻ്റെ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് കാണണ്ടേ, നല്ല കിടിലനായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഏരിയ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ലൈറ്റ് കൂടി കത്തിച്ചപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഒരു പള്ളിയിലൊക്കെ ഒരു എഫക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പം നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് കേട്ടോ. അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇത് കണ്ടപ്പോഴത്തേക്കും അച്ഛൻ അങ്ങ് സർപ്രൈസ്ഡ് ആയിട്ട് പോയി. അച്ഛൻ പറഞ്ഞു അച്ഛന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ രാവിലെ മേടിച്ചുകൊണ്ട് വന്ന അലോവേരയില്ലേ, അപ്പോൾ അവനെ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ട് ഇനി നമുക്കൊരു പ്ലാന്റ് പോട്ടിലൊക്കെ നാക്കി വെക്കാം. അപ്പോൾ ഏറ്റവും വലിയ പ്ലാന്റ് പോട്ടാണ് ഇതിന് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് എക്സ്ട്രാ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അറ്റ് ദ സെയിം ടൈം തന്നെ ഞാൻ ബസ്മതി റൈസും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ നമ്മുടെ ഇപ്പോൾ ഔട്ട്ഡോർ ഗാർഡൻ കണ്ടോ, അലോവേര വന്നപ്പോഴത്തേക്ക് ഒരു നല്ലൊരു രസമില്ല ആ ഒരു ഗാർഡൻ കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഞാനിവിടെ എൻ്റെ ചെയ്യാനായിട്ട് പോകണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജയ ആൻഡ് സൈനിങ് ഓഫ്.